നമ്മളെ ഫോണിൽ ഒരുപാട് കോണ്ടാക്റ്റുകൾ ഉണ്ടാവും. ഇഷ്ടംപോലെ കോണ്ടാക്റ്റുകൾ ഉണ്ടാവും. പക്ഷേ ഈ ഫോണിൽ അധികം ഒന്നുമില്ല കേട്ടോ. ഈ ഫോണിലാകെ 4-5 കോണ്ടാക്റ്റുകളും 2, 4, 6 കോണ്ടാക്റ്റുകളും 5 കോണ്ടാക്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കോണ്ടാക്റ്റുകൾ ചില സമയത്ത് ചില കോണ്ടാക്റ്റ് നമുക്ക് ഫോണിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കേണ്ടി വരും. ഇപ്പോൾ പലരും എടുത്ത് ഉപയോഗിക്കുന്ന ഫോണാണെങ്കിൽ ചിലപ്പം നമ്മളെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ എടുത്ത് ഉപയോഗിക്കും, ചിലപ്പം സുഹൃത്തുക്കൾ ഉപയോഗിക്കും, ചിലപ്പോൾ ഓഫീസിലുള്ള ആൾക്കാർ ഉപയോഗിക്കും. അങ്ങനെ പലരും എടുത്ത് ഉപയോഗിക്കുന്ന ഫോണാണെങ്കിൽ ചില കോണ്ടാക്റ്റുകൾ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കേണ്ടി വരും. അതുപോലെ തന്നെ വാട്സപ്പിലും നമുക്ക് നമ്മളെ കോണ്ടാക്റ്റുകൾ ഹൈഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യം വരും. ഇങ്ങനെയുള്ള സമയത്ത് എങ്ങനെ നമ്മളെ ഫോണിലുള്ള കോണ്ടാക്റ്റുകൾ ഹൈഡ് ചെയ്ത് വെക്കാം? അതിന് ഡീഫാൾട്ടായിട്ട് ഫോണിൽ ഓപ്ഷനൊന്നുമില്ല. നമുക്ക് ചെറിയൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. കോണ്ടാക്റ്റ് ഹൈഡ് എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. ആവശ്യമില്ലെങ്കിൽ ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും, അവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ കൂടെ കോണ്ടാക്റ്റ് ഹൈഡ് ചെയ്യുക? നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ വരിക. ഫസ്റ്റ് തന്നെ ഇതിൽ നമുക്കൊരു പാസ്കോഡ് സെറ്റ് ചെയ്യണം. ആ പാസ്കോഡ് ഒന്ന് എൻ്റർ ചെയ്യാം. നമുക്കിഷ്ടമുള്ള നമ്മളോട് മറന്നു പോകാത്ത ഒരു പാസ്കോഡ് ഏതും എൻ്റർ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയാണ് വരിക. ഇവിടെ സ്റ്റാർട്ട് സെറ്റിങ്സ് 2 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്താൽ വീണ്ടും 2 ഓപ്ഷൻ ഉണ്ടാവും. അൺസേഫ് കോണ്ടാക്റ്റ്, സേഫ് കോണ്ടാക്റ്റ്. അതായത് നമ്മൾ ഹൈഡ് ചെയ്യാത്ത ഫോണിലുള്ള കോണ്ടാക്റ്റും ഹൈഡ് ചെയ്ത കോണ്ടാക്റ്റുമാണ്. അൺസേഫ് കോണ്ടാക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫോണിലുള്ള കോണ്ടാക്റ്റുകളൊക്കെ വരും. അതിൽ ഏതൊക്കെ കോണ്ടാക്റ്റ് ഹൈഡ് ചെയ്യണം അതൊക്കെ നമുക്കിതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഹൈഡ് കോണ്ടാക്റ്റ് എന്നുള്ള ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഹൈഡ് ചെയ്ത കോണ്ടാക്റ്റൊക്കെ നമുക്ക് കാണണമെങ്കിൽ ഈ സേഫ് കോണ്ടാക്റ്റ് എന്നുള്ള 2ാമത്തെ ടാബ് തുറന്നു നോക്കിയാൽ ഇവിടെ ഉണ്ടാവും. ഇവിടുന്ന് ഇത് ഓരോന്നും സെലക്ട് ചെയ്ത് അൺഹൈഡ് ചെയ്യാം. നമ്മൾ കോണ്ടാക്ട് ലിസ്റ്റ് ഒന്ന് പോയി നോക്കുക. ഞാൻ കോണ്ടാക്ട് ലിസ്റ്റ് ഓപ്പൺ ചെയ്ത് കണ്ട ടോട്ടൽ 5 കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അതിൽ 3 ഹൈഡ് ചെയ്ത് ബാക്കി 2 ഇതിൽ കാണുന്നുണ്ട്. ഇനി വാട്സപ്പിലൊന്ന് പോയി നോക്കുക. വാട്സപ്പ് കോണ്ടാക്ട് എടുത്തു കഴിഞ്ഞാൽ അതിലും നമുക്ക് കോണ്ടാക്റ്റുകളൊന്നുമില്ല. ഇതിലുള്ള സേവ് ചെയ്ത നമ്പർ വാട്സപ്പ് നമ്പർ അല്ലാത്തത് കൊണ്ട് അത് കോണ്ടാക്ട് ലിസ്റ്റിൽ വന്നിക്കില്ല. ഇനിയിപ്പം വേറൊന്നുണ്ട്. നമ്മൾ ഹൈഡ് ചെയ്ത കോണ്ടാക്ട് എന്നുള്ള ചാറ്റ് ഉണ്ടെങ്കിൽ ആ ചാറ്റ് ഇതിൽ കാണിക്കും. നമ്പറായിട്ടാണ് കാണിക്കുക. കോണ്ടാക്ട് നെയിമൊന്നും കാണിക്കില്ല. അത് നമുക്ക് ഡിലീറ്റ് ചെയ്താൽ അവിടെയും കാണിക്കില്ല. ഇനി നമുക്കിതൊന്ന് അൺഹൈഡ് ചെയ്യണ്ടേ? വീണ്ടും ഇത് തിരിച്ച് വരുമെന്ന് നോക്കണ്ടേ? അതിന് നമുക്ക് എന്ത് ചെയ്യാം? 2ാമത്തെ ടാബ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. 2ാമത്തെ ടാബ് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഹൈഡ് ചെയ്ത കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ടാവും. അത് ഓരോന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തിട്ട് അൺഹൈഡ് കോണ്ടാക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ കോണ്ടാക്ട് ലിസ്റ്റിൽ അല്ലെങ്കിൽ വാട്സപ്പ് കോണ്ടാക്റ്റിൽ ഇതൊക്കെ തിരിച്ചു വരും. ഒന്ന് നോക്കുക. കണ്ട കോണ്ടാക്ട് ലിസ്റ്റ് പറഞ്ഞാൽ അവിടെ കണ്ട് കംപ്ലീറ്റ് വന്നു. ഇതുപോലെ നമുക്ക് മറച്ചു വെക്കേണ്ട കോണ്ടാക്റ്റുകൾ വളരെ സിമ്പിളായിട്ട് ഫോൺ കോണ്ടാക്റ്റിനും വാട്സപ്പ് കോണ്ടാക്റ്റിനും മറച്ചു വെക്കാൻ കഴിയും. അടിപൊളി. ആവശ്യക്കാരെ മാത്രം ഉപയോഗിക്കുക. ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്. പാവം നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.